നമ്മളെല്ലാവരും ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെയാണ് പേയ്മെന്റുകൾ ചെയ്യാറ്, പർച്ചേസുകൾ ചെയ്യാറ്. എന്നാൽ ഗൂഗിൾ പേയിലൂടെയും ഫോൺ പേയിലൂടെയും നമ്മൾ അറിയാതെ തന്നെ പൈസകൾ നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരുപാട് ആളുകൾ ഇതുപോലെ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഇങ്ങനെ ഒരു അനുഭവം വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളും ഈ ഒരു സെറ്റിംഗ്സിൽ പോയി നോക്കുക. ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഉള്ളതെങ്കിൽ നിർബന്ധമായിട്ടും ആ സെറ്റിംഗ്സ് നിങ്ങൾ മാറ്റുക. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വർഷത്തേക്ക്, ചിലപ്പം എത്രയോ വർഷത്തേക്കായിരിക്കും നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. അത്രയും വർഷം നിങ്ങളുടെ ഗൂഗിൾ പേയിലൂടെയും ഫോൺ പേയിലൂടെയും പൈസകൾ നഷ്ടമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ വെറുതെ ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മൾ സാധാരണ ട്രാൻസാക്ഷൻ ചെയ്തതൊക്കെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ കാണുമല്ലോ. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഒരു 10 രൂപയും അതുപോലെ തന്നെ 990 രൂപയും പോയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ 10 രൂപയിൽ എനിക്ക് വലിയ സംശയമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് 990 രൂപയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ കണ്ടോ, സ്റ്റാർട്ട് ഡേറ്റും അതുപോലെ തന്നെ എൻഡ് ഡേറ്റും കാണിക്കുന്നുണ്ട്. 2035 വരെയാണ് ഇതിൻ്റെ എൻഡിങ് ഡേറ്റ് കാണിക്കുന്നത്. ഇത് ഓട്ടോ പേയിലേക്ക് ആഡ് ആയിട്ടുണ്ട്, എങ്ങനെയോ ആഡ് ആയതാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് 2035 വരെ 990 രൂപ ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടേയിരിക്കും. ഇത് നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൂടി കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഗൂഗിൾ പേയുടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ പേ എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഇവിടെയും 990 രൂപ കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും അതേ ഡേറ്റും ടൈമും ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ താഴേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇതാ കണ്ടോ, ഇവിടെ പോസ് ഓട്ടോ പേ അതുപോലെ തന്നെ ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്യാൻസൽ ഓട്ടോ പേ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്യാൻസൽ ഓട്ടോ പേ എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ക്യാൻസൽ ചെയ്യും. ഞാനിപ്പോൾ ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇത് ക്യാൻസലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടോ, ഇവിടെ ഓട്ടോ പേ ക്യാൻസൽ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കില്ല. അതായത് ഓട്ടോ പേ ഇനി നടക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഇതാ ഇവിടെ നമുക്ക് ക്യാൻസൽഡ് എന്നുള്ള നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സംഭവം വന്ന് കിടക്കുന്നുണ്ടോ നോക്കാം. കണ്ടോ, ഓപ്ഷനിൽ പോയി നോക്കുമ്പോൾ അവിടെ കാണാനില്ല. ഇതേ ഓപ്ഷൻ നമുക്ക് ഫോൺ പേയിലും ഉണ്ട് കേട്ടോ. ഫോൺ പേ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ മുകളിൽ പ്രൊഫൈൽ ഐക്കൺ ഇടതുവശത്ത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓട്ടോ പേ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും എമൗണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങൾ ക്യാൻസൽ ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് നടക്കുന്ന സമയത്തായിരിക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആഡ് ആകുക. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ക്യാൻസൽ ആക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.